യുക്രൈൻ തീരത്ത് ചരക്ക് കപ്പലിന് നേരെ റഷ്യ നടത്തിയ ആക്രമണത്തിൽ മലയാളി അടക്കം 10 പേർ കൊല്ലപ്പെട്ടു. 8 ജീവനക്കാരെ രക്ഷപ്പെടുത്തി. ഇന്ത്യക്കാരും സിറിയക്കാരും കപ്പലിൽ ഉണ്ടായിരുന്നു. യുക്രൈന്റെ തെക്കൻ തുറമുഖമായ ഓഡേസയ്ക്ക് സമീപമാണ് ആക്രമണം. ആന്റണി ജിസ്റ്റോർജ് ഉണ്ട് വിവരങ്ങളുമായി. എന്തായാലും യുക്രൈൻ തീരത്തെ ചരക്ക് കപ്പലിന് നേരെയാണ് റഷ്യയുടെ ആക്രമണം ഉണ്ടാകുന്നത്. മലയാളി അടക്കം 10 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. എങ്ങനെയാണ് വിവരങ്ങൾ? തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ കപ്പലിന് നേരെ ഈ റഷ്യൻ സൈന്യത്തിൻ്റെ ആക്രമണം ഉണ്ടാകുന്നത്. മിസൈൽ ആക്രമണമാണ് ഉണ്ടായത്. ഈ ആക്രമണത്തിലാണ് ഇപ്പോൾ മലയാളി അടക്കം 10 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നത്. മലയാളി കാസർഗോഡ് സ്വദേശിയായ അഖിൽ ജോയനാണ് കൊല്ലപ്പെട്ടത്. ഈ കപ്പലിൽ മറൈനറായി ജോലി ചെയ്യുകയാണ്. മുംബൈ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഗിനിയ ബിസാവു പതാകയുള്ള ഗോൾഡൻ ലിയോ എന്ന കപ്പലിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. കപ്പലിൽ 17 ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 8 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. കൊല്ലപ്പെട്ടത് 9 പേർ കപ്പൽ ജീവനക്കാരും ഒരാൾ ഈ കപ്പലിന് പൈലറ്റായി വന്ന ആളാണ്. അതായത് തുറമുഖത്തേക്ക് കപ്പൽ എത്തുമ്പോഴും അതുപോലെ തന്നെ തുറമുഖത്ത് നിന്ന് കപ്പൽ പുറംകടലിലേക്ക് പോകുമ്പോഴും കപ്പലിനെ ഈ പൈലറ്റായി ഒരാൾ എപ്പോഴും ഉണ്ടാകും. ആ പൈലറ്റായി എത്തിയ ആളാണ് കൊല്ലപ്പെട്ട ഒരാൾ. അങ്ങനെ 10 പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. 8 ജീവനക്കാരെ രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഒരു മലയാളി ഇതിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഈ അഖിലിൻ്റെ മരണം സംബന്ധിച്ച് കാസർഗോഡ് വീട്ടുകാർക്ക് വിവരങ്ങൾ ലഭിച്ചു എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ചുള്ള വിവരം ബന്ധുക്കളും സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഈ യുക്രൈൻ്റെ ഒഡേസ തുറമുഖത്തിന് സമീപം കപ്പലിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. ഈ കപ്പൽ ധാന്യവുമായി പോവുകയായിരുന്നു. ഇന്ത്യക്കാരും അതുപോലെ തന്നെ സിറിയക്കാരും കപ്പലിൽ ഉണ്ടായിരുന്നു. ശരി, വ്യക്തമാണ്. ആന്റണി ജിസ്റ്റോർജാണ് വിവരങ്ങൾ നൽകിയത്.